ഞാൻ ഡോക്ടർ ഫാത്തിമ ഖൊനാരി, എറണാകുളം റിനായ് മെഡിസിറ്റി ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കിഡ്നി രോഗങ്ങളെക്കുറിച്ചാണ്. പലർക്കും അവജ്ഞയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾക്കതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കിഡ്നി രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ബ്ലഡ് പ്രഷർ ഉള്ള രോഗികൾ, പ്രമേഹമുള്ള രോഗികൾ, കിഡ്നി സ്റ്റോൺസ് ഉള്ള രോഗികൾ, ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന രോഗികൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതായി എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള രോഗികൾ, ഇവരൊക്കെയാണ് മെയിനായിട്ട് കിഡ്നി അസുഖങ്ങൾ, മെയിനായിട്ട് നമ്മൾ സാധാരണ പോപ്പുലേഷനിൽ കിഡ്നി രോഗങ്ങളുമായിട്ട് നമ്മളുടെ അടുത്ത് എത്തുന്ന ആളുകൾ. കിഡ്നി രോഗങ്ങൾക്ക് ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണണമെന്നില്ല. എസ്പെഷ്യലി ഏർലി സ്റ്റേജസിൽ കിഡ്നി രോഗങ്ങൾക്ക് കാര്യമായ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ അത് പ്രോഗ്രസീവായിട്ട് വേഴ്സൺ ചെയ്ത് ശരീരത്തിലെ ടോക്സിക് മെറ്റബോളൈറ്റ്സിൻ്റെ അളവൊക്കെ, അതായത് യൂറിയ, ക്രിയാറ്റിൻ പോലുള്ള ടോക്സിക് സാധനങ്ങളുടെ അളവ് കൂടുമ്പോഴത്തേനും നമ്മളുടെ ശരീരം ചെറുതായിട്ട് കിഡ്നി രോഗങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. അതെന്തൊക്കെയാണ്? കാലിൽ ചെറുതായിട്ട് നീര് വരിക, ചെറുതായിട്ട് ഓക്കാനം വരിക, മുഖത്ത് ചെറുതായിട്ട് നീര് കാണിക്കുക, ചില ആളുകളിൽ മാത്രമേ കാണുള്ളൂ വയറിൽ ചെറുതായിട്ട് നീര് വരിക. ഇതൊക്കെയാണ് മെയിനായിട്ട് കിഡ്നി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ. എല്ലാവർക്കും ഇതേ ലക്ഷണങ്ങളാവണമെന്നില്ല. ചില രോഗികൾക്ക് ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു ലക്ഷണങ്ങളും തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കിഡ്നിക്ക് അസുഖമുണ്ടോ എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ ഈ തരം ലക്ഷണങ്ങൾ നിങ്ങളിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഐദർ ഒരു ഫിസിഷ്യൻ്റെ അടുത്തേക്ക് പോയി നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ്, അതായത് ബ്ലഡിലെ ക്രിയാറ്റിനിൻ ലെവൽ ആൻഡ് യൂറിയ ലെവൽസ് നോക്കാം. പിന്നെ മൂത്രപരിശോധനയും ചെയ്യണം. ചില രോഗികളിൽ മൂത്രപരിശോധനയിൽ മാത്രമേ കിഡ്നി രോഗമുണ്ടോ എന്നറിയാൻ സാധിക്കുകയുള്ളൂ. കിഡ്നി സ്റ്റോൺസ് അഥവാ മൂത്രത്തിൽ കല്ല് ഉള്ള രോഗികൾ ഒരു പ്രാവശ്യം വന്നാൽ പോലും അത് പിന്നീട് ആ സ്റ്റോൺ മുഴുവനായും പോയോ, അഥവാ വീണ്ടും വീണ്ടും രണ്ടാമതും സ്റ്റോൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ ഡോക്ടറെ കണ്ട് രണ്ടാമതും പരിശോധന നടത്തേണ്ടതാണ്. കാരണം പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോൺ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രോഗികൾ പാടെ അതിനെക്കുറിച്ച് മറക്കുന്നു. പിന്നീട് ഇതൊരു സ്റ്റോൺ വരുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് രണ്ടാമതും ഓർമ്മ വരുന്നത് പോലും. കിഡ്നി സ്റ്റോൺ 3-4 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കിഡ്നി സെൽസിനെ ഓൺ എ ലോങ് ടേം ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺസ് ഉള്ള രോഗികൾക്ക് മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം, ഹാർട്ടിന് അസുഖമുള്ള ആളുകൾ, ഹാർട്ടിൻ്റെ ധമനികളിൽ ബ്ലോക്ക് ഉള്ള ആളുകളിൽ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. കാലക്രമേണ അവർക്ക് കിഡ്നിയുടെ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. വേറെ ഒരു കൂട്ടരെന്ന് പറയുന്നത് ഗൗട്ട് അഥവാ യൂറിക് ആസിഡിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടി വരുന്തോറും അത് കിഡ്നിയുടെ അകത്ത് ക്രിസ്റ്റൽസ് ഫോം ചെയ്ത് കിഡ്നിയുടെ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ, പ്രമേഹം തുടങ്ങിയ രോഗമുള്ള ആളുകൾ, അതുപോലെ തന്നെ കിഡ്നിയുടെ ഇടയ്ക്കിടയ്ക്ക് കിഡ്നി സ്റ്റോൺസ് വരുന്ന ആളുകൾ വർഷത്തിലൊരിക്കലെങ്കിലും ബ്ലഡ് ചെക്ക് ചെയ്ത് അതിലെ യൂറിയ, ക്രിയാറ്റിൻ തുടങ്ങിയ ലെവൽസ് നോക്കണം. അതുപോലെ തന്നെ സാധാ യൂറിൻ അനാലിസിസ് ചെയ്താൽ പോലും കിഡ്നിയുടെ പല അസുഖങ്ങളും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരുപാട് വില കൂടിയ ടെസ്റ്റുകൾ തന്നെ വേണമെന്നില്ല. ഒരു മൂത്രപരിശോധനയിലൂടെ പോലും ഒരുപാട് കിഡ്നിയുടെ രോഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കിഡ്നിയുടെ രോഗമുണ്ട് എന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ നമ്മളുടെ ഭക്ഷണത്തിലാണെങ്കിലും മരുന്നുകളിലാണെങ്കിലും അവോയ്ഡ് ചെയ്യണം എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾക്ക് കിഡ്നിയുടെ അസുഖത്തിൻ്റെ തുടക്കമുണ്ടെങ്കിൽ പോലും വേദന സംഹാരികൾ ഒട്ടും തന്നെ കിഡ്നി ടോളറേറ്റ് ചെയ്യില്ല. കിഡ്നിയുടെ അസുഖം സ്ഥിരീകരിച്ച് കഴിഞ്ഞ രോഗികളിൽ നമ്മൾ പ്രത്യേകം പറയും, മോഡേൺ മെഡിസിൻ ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതിയിലാണെങ്കിലുമുള്ള വേദന സംഹാരികൾ അവോയ്ഡ് ചെയ്യണം. അതാണ് മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ CT സ്കാനൊക്കെ എടുക്കുമ്പോൾ ചെയ്യണ കോൺട്രാസ്റ്റ് ഡൈ
ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന CT സ്കാൻ, അത് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ചില ആൻറ്റിബയോട്ടിക്സ് കിഡ്നിക്ക് ഹാനികരമായ ആൻറ്റിബയോട്ടിക്സും ഉണ്ട്. പിന്നെ കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാരിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ കിഡ്നിയുടെ അസുഖമുള്ള ആളുകൾ എന്ത് തരം മരുന്ന് കഴിക്കുന്നതും വളരെ സൂക്ഷിച്ച്, അതായത് നിങ്ങളുടെ കിഡ്നി ഡോക്ടറെ കണ്ട് സംസാരിച്ചതിന് ശേഷം വേണം എന്ത് പുതിയ മരുന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടർമാർ തന്നാലും ഇത് കിഡ്നി സേഫ് ആണോ എന്ന് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ. കിഡ്നിയിൽ ബ്ലഡിൽ യൂറിക് ആസിഡ് ലെവൽസ് കൂടിയ ആളുകൾ അതിനേതായ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് കിഡ്നിയിൽ അത് ക്രിസ്റ്റലൈസ് ചെയ്യില്ല. അപ്പോൾ കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യത നമ്മൾ അതിലൂടെ ക്ലിയർ ചെയ്ത് പോവുകയാണ് ചെയ്യണത്. കിഡ്നി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഡയാലിസിസിൽ പോവുമോ ഡോക്ടറെ ഞാൻ എന്ന ചോദ്യമാണ്. ഡയാലിസിസിലേക്ക് ഒരു രോഗിയെ വിടാതിരിക്കലാണ് ഒരു ഡോക്ടറുടെ, അതായത് ഒരു കിഡ്നി ഡോക്ടറുടെ ഏറ്റവും വലിയ ദൗത്യം, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദൗത്യവും അത് തന്നെയാണ്. അതിന് നമ്മൾക്ക് ഏറ്റവും വേണ്ടത് എന്താണ്? പേഷ്യൻസിൻ്റെ കോപ്പറേഷനാണ്. അവരുടെ സഹായത്തോടെ അല്ലാണ്ട് ഒരു ഡോക്ടർക്കും അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ബ്ലഡ് പ്രഷറും പ്രമേഹവും ഒക്കെ ഉള്ള രോഗികൾ ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയും, BP കൺട്രോളിലാണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഷുഗേഴ്സ് വെൽ കൺട്രോൾഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടൈമിൽ, അതായത് ഈ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഡയാലിസിസിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺസ് ഉള്ള രോഗികൾ അതിൻ്റേതായ ഭക്ഷണ ക്രമീകരണം നടത്തി അതിനു വേണ്ടി നമ്മൾ തരുന്ന മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡയാലിസിസിൽ പോകാനുള്ള സാധ്യത കുറവാണ്. 2 തരം ഡയാലിസിസ് ഉണ്ട്. ഒന്ന് ഹീമോ ഡയാലിസിസ്, 2 നമ്മൾ വയറിലൂടെ ചെയ്യുന്ന ഡയാലിസിസ് അഥവാ പെരിറ്റോണിയൽ ഡയാലിസിസ്. മിക്കപ്പോഴും നമ്മളുടെ രോഗികൾ നമ്മൾക്ക് ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഹീമോ ഡയാലിസിസ് ആണ്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഡയാലിസിസ്. പക്ഷേ പെരിറ്റോണിയൽ ഡയാലിസിസും ഹീമോ ഡയാലിസിസിനെ പോലെ തന്നെ, അതായത് വയറിലൂടെ നമ്മൾ ചെയ്യുന്ന ഡയാലിസിസും ഹീമോ ഡയാലിസിസിനെ പോലെ തന്നെ അത്രയും തന്നെ നല്ല ഡയാലിസിസ് ആണ്. ഇനി ഡയാലിസിസ് ആണോ കിഡ്നിയുടെ അസുഖം വന്നാലുള്ള അവസാനത്തെ പ്രതിവിധി? അല്ല. നമുക്ക് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളൊക്കെ എത്രയോ വർഷങ്ങളായി നമ്മൾ ഇന്ത്യയിൽ ചെയ്തു വരുന്നുണ്ട്, എസ്പെഷ്യലി കേരളത്തിൽ ചെയ്തു വരുന്നുണ്ട്. കിഡ്നിയുടെ പല രോഗങ്ങളും ഇൻക്ലൂഡിങ് പ്രമേഹത്തിനെ കുറിച്ച് ഒരുപാട് രോഗികൾക്ക് സംശയമുണ്ട്. പ്രമേഹം ഉള്ള ആൾ ഡയാലിസിസിൽ പോയാൽ കിഡ്നി മാറ്റിവെക്കാൻ പറ്റുമോ? തീർച്ചയായും സാധിക്കും. കിഡ്നിയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ മിക്ക രോഗികളിലും 10 വർഷത്തോളം ഡയാലിസിസിൽ പോവാതെ, 10 എന്ന് പറയുന്നത് ഏകദേശമാണ്, ചില പേഷ്യൻസ് 15 വർഷം 20 വർഷത്തോളം ഡയാലിസിസിൽ പോവാതെ ആ കിഡ്നി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഡയാലിസിസിൽ പോവാതെ ലഭിക്കും. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഡയാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ സാധിക്കുന്നു. നമ്മൾക്ക് പേഷ്യൻസിന് നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ സാധിക്കുകയാണ്. അതായത് അവർ 2 or 3 പ്രാവശ്യം ഡയാലിസിസ് യൂണിറ്റിൽ ഒരു ആഴ്ചയിൽ വരേണ്ട സാധ്യതയില്ല. അവർ മരുന്നുകൾ കൃത്യമായി കഴിച്ച്, കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ കഴിച്ച് വീട്ടിലിരുന്നാൽ മതി. ഇനി എന്താണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു റിസ്ക്? എപ്പോഴും ഇൻഫെക്ഷൻസ് തന്നെയാണ് റിസ്ക്. കാരണം നമ്മളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ ഒരുപാട് സപ്രസ് ചെയ്ത് ഇടുന്ന മരുന്നുകളാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ തരുന്നത്. അപ്പോൾ ഒരു റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ് അത് ഉണ്ട് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത രോഗികൾക്ക്. അതുകൊണ്ട് നമ്മൾക്ക് റിസ്ക് എന്ന് പറയാവുന്ന മേജറായിട്ടുള്ള കാര്യം. പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത രോഗികൾ നമ്മൾ പേടിക്കുന്ന വേറൊരു കാര്യം റിജക്ഷനാണ്. അതായത് മരുന്നുകൾ കുറയോ മരുന്നിൻ്റെ ഡോസ് മാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന റിജക്ഷൻ. അതൊക്കെ യൂഷ്വലി കൃത്യമായി കഴിക്കുന്ന രോഗികൾ വരാറില്ല കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഒരു കുഴപ്പവും വരാതെ പോകുന്ന രോഗികൾക്ക് 10 വർഷം വരെ ഡയാലിസിസോ വേറെ ബുദ്ധിമുട്ടുകളോ ഇല്ലാണ്ട് അവർ മുന്നോട്ട് പോകും. ഇനി കിഡ്നി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ, അതോ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ ദൂരീകരണം ആവശ്യമാണെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്.